ഗൈസ്, ഞാൻ ഈ പറയണമെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടി ഫുഡ് കഴിക്കാൻ. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ ഫുഡ് കഴിക്കാൻ ഓപ്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിലും അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ട് ടൈപ്പ് ഓഫ് ഫുഡാണ്. അതിൽ ഏത് ഫസ്റ്റ് കഴിക്കണം ഏത് ലാസ്റ്റ് കഴിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ രണ്ട് ഫുഡും കഴിക്കണം. ഓക്കെ, ഇതാണ് ചലഞ്ച്. ഇതാണ്, രണ്ട് ഫുഡും കഴിക്കണം. പക്ഷെ ഏത് കഴിക്കണം, ഏത് ആദ്യം കഴിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൽ ഫസ്റ്റത്തെ ഒരു പ്ലേറ്റിൽ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, അതായത് എന്തും ആയിക്കോട്ടെ, അൽഫാം, ഷവായ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഫേവറേറ്റ് ഫുഡ് ഇമേജിൻ ചെയ്യുക. രണ്ടാമത്തെ പാത്രത്തിൽ ഫ്രോഗാണ്, അതായത് തവള. ഇപ്പം ഈ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്, ഒന്നൊരു പാത്രത്തിൽ ഫ്രോഗ്. നിങ്ങൾ ഏത് കഴിക്കും ഫസ്റ്റ്? സോ ഇപ്പം ഞാൻ പറയാൻ പോണത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രോക്കാസ്റ്റിനേഷൻ. നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും നമ്മൾ ഹാർഡായ സംഭവങ്ങൾ പിന്നെ പ്രോക്കാസ്റ്റിനേഷൻ ചെയ്ത് ഞാൻ പോകും. ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം നമ്മൾ ആദ്യം ചെയ്യും. സോ അതിന് എങ്ങനെ എസ്കേപ്പ് ആവാം, പ്രോക്കാസ്റ്റിനേഷൻ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള കണ്ടന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അപ്പം നിങ്ങളിവിടെ പുതിയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷർ. ഞാൻ ഇങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണേ, ഓരോ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റണേ, ഓരോ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടന്റുകളെ കുറിച്ച്, ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, ഹെൽത്ത്, ഡയറ്റ്, പെർഫോമൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ കണ്ടന്റ് കൂടുതൽ ഇടല്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ എന്താ അറിയണമെങ്കിൽ, എന്ത് സംഭവം ചെയ്യുമ്പോഴും ഒറ്റ ഈക്വൽ ശ്രദ്ധിച്ചാൽ മതി. ഹാർഡ് ടു ഈസി. ഏത് സംഭവമായാലും, എക്സാം എഴുതുകയാണെങ്കിലും, ഹാബിറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിലും, ജിമ്മ് പോകുകയാണെങ്കിലും, ഫുഡ് കഴിക്കുകയാണെങ്കിലും, എന്ത് സംഭവത്തിലും ആദ്യം ഹാർഡായിട്ടുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇതായി ഈ ഹൈ അച്ചീവേഴ്സ് ലൈഫിൽ നല്ലോണം മേലെ സക്സസ് എത്തിയ, ഏത് ഫുൾഫിൽ ചെയ്താൽ സക്സസ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഹെൽത്തിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട്, റിലേഷൻഷിപ്പിൽ, നെറ്റ്വർക്കിലൊക്കെ ഫുള്ള് മേലെല്ലാ ആൾക്കാരുണ്ടാവുമല്ലോ. ഓലൊക്കെ ഈ പണിയാ ചെയ്യാം. അതായത് ഫസ്റ്റ് ഫുള്ള് ഹാർഡ് ചെയ്യും, പിന്നെ ഈസിക്ക് പോകും. നമ്മൾ നേരെ തിരിച്ചേക്കാൻ ചെയ്യാം, ഈസി ടു ഹാർഡ് പോകും. അപ്പം എന്ത് ചെയ്യാറോ, ആ ഹാർഡ് ഒന്നും കൂടി ഇതാക്കി പോകും, ഒന്നും കൂടി നമുക്ക് കൂടുതൽ ഹാർഡായി തോന്നും. നിങ്ങളൊരു ഒരു ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഹാർഡ് ആയിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തുടങ്ങിയാലുള്ള ബെനിഫിറ്റ് എന്താ പറയുക, അതൊക്കെ ആ ദിവസം ഫുൾ ഹാപ്പിനെസ് ചെയ്യാൻ, ഒരു ഫുൾഫിൽമെന്റ് ആയിക്കാരം നിങ്ങൾക്ക് ഉള്ളിൽ. ബാക്കിയുള്ള സംഭവങ്ങൾ മുഴുവങ്ങൾ ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിക്കാരം. കാരണം ഈ ഫസ്റ്റ് തന്നെ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞു, ഈ ബാക്കിക്ക് ഈസിയാണ്, അത് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. സോ അപ്പം പ്രധാനമായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞുതരാം. നമുക്ക് ഈ പ്രോക്കാസ്റ്റിനേഷന് ഓവർകം ചെയ്യാൻ സിമ്പിൾ ആയ സംഭവങ്ങളാണ്, നമുക്ക് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. ഫസ്റ്റ് തന്നെ പ്ലാൻ എവരി ഡേ ഇൻ അഡ്വാൻസ്. അതായത് നമ്മൾ നാളെ ഇത് ചെയ്യണം, ബുക്ക് വായിക്കണം, ഈ ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള പരിപാടികൾ ചെയ്യണം, അതിന് വർക്ക് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം ഒക്കെ നമ്മൾ തലേന്നൊക്കെ എഴുതുന്നു. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് എണീക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് മറന്നിട്ട് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ പിന്നെ അത് ചെയ്യൂല. സ്വയം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തൊട്ട് മുന്നേ എന്ത് ചെയ്യാം, നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ടു ഡു ലിസ്റ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ പറഞ്ഞത് അതെന്താ വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. കാരണം ഇന്നിപ്പോൾ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നാളത്തെ ദിവസം മുഴുവൻ ആ ഒരു പേപ്പറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. സോ അപ്പം നിങ്ങൾ തന്നെ രാവിലെ ആ പേപ്പർ കാണുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടല്ലോ, നിങ്ങളെ ബ്രെയിൻ നിങ്ങൾ തന്നെ ബോധിപ്പിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആക്ട് ചെയ്ത് തുടങ്ങും, നിങ്ങൾ പണിയെടുത്ത് തുടങ്ങും, നിങ്ങൾ ഹാബിറ്റുകളൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങും, ആക്ഷൻ എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ ബ്രെയിനിൽ ഈ സംഭവങ്ങൾ, ഈ റിമെമ്പറിങ്, അതായത് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ട്. നമ്മളിപ്പോൾ പഠിച്ചതൊക്കെ സ്റ്റോർ ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ നാളെ അത് ചെയ്യണമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ വട്ടം തിങ്ക് ചെയ്യണുള്ളൂ. അപ്പൊ ബ്രെയിനിന്റെ ഉള്ളിൽ അത് അധികം നേരം നിൽക്കണില്ല. അപ്പൊ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് മറക്കും, നമ്മളത് മറക്കും. അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാലോ നമുക്ക് ഒന്നും കൂടി ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ആ സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതാണ് സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. എല്ലാവർക്കും പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തുകയും ഒരു സംഭവം തുടങ്ങണമെന്ന രീതിയിൽ തന്നെ ഏതായിക്കോട്ടെ, കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, പഠിക്കാനിരിക്കണത് തന്നെ ഓൽക്കൊക്കെ പെർഫെക്റ്റ് ടൈം ആവണം. എനിക്ക് പഠിക്കാൻ ഉള്ളിലൊരു മോട്ടിവേഷൻ വരട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ക്യാമറ കിട്ടട്ടെ, എനിക്ക് നല്ലൊരു സ്റ്റുഡിയോ കിട്ടട്ടെ, എനിക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ കിട്ടട്ടെ, ഈ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി കാത്തുക്കുന്ന ഈ സംഭവങ്ങളൊക്കെ വരുമോ? ഇല്ല. പെർഫെക്റ്റ് ടൈം ഈസ് നോട്ട് ബിൽഡ്. ഓക്കെ, പെർഫെക്റ്റ് ടൈം പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല, അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പെർഫെക്റ്റ് ടൈം. അപ്പൊ ഇന്ന് ലൈഫിൽ സക്സസ് ആയ, അല്ലെങ്കിൽ നിങ്ങളൊന്നും വേണ്ട, ഈ ലൈഫിലൊക്കെ കണ്ടന്റ് ക്രിയേഷൻ കൊണ്ട് ലൈഫിൽ സെറ്റ് ആയ ആൾക്കാരൊക്കെ ഫസ്റ്റത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി,
അതൊക്കെ പറ്റ ചീപ്പെന്നേ കാരണം തുടങ്ങിയേക്കാം. ഒരു ക്വാളിറ്റി ഓഫ് ക്യാമറ ഉണ്ടാവില്ല, ക്യാമറന് മുന്നിൽ സംസാരിക്കാൻ അറിയുണ്ടാവില്ല, ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ജസ്റ്റ് സ്റ്റാർട്ട്. സോ ഞാൻ പറയണെങ്കിൽ നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിലും ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടി കാത്തിക്കാതെ നിങ്ങൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് പഠിക്കാം. ഞങ്ങളുടെ ഹിസ്റ്ററി ടീച്ചർ, ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞതാണ് പോണത്, ഒന്നും ചെയ്യാതിരിക്കണില്ലാതെ നല്ലത് എന്തെങ്കിലും ചെയ്യണതാണ്. അതായത് എസ് എ ഒന്നും ഇജ്ജ് പഠിച്ചണ്ട, പക്ഷെ ജി എന്തെങ്കിലും ഒന്നും പഠിച്ചാതിരിക്കണില്ലാതെ നല്ലത് എന്തെങ്കിലും പഠിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചാന്ന് പറഞ്ഞത്. അതായത് ഒരു എസ് എ പഠിക്കണില്ലാതെ നല്ലത് എന്താണ്, എസ് എ പഠിക്കണേ പോട്ടെ, എസ് എ പഠിക്കണില്ലാതെ നല്ലത് ഒരു 1 വേർഡ് ഒരു പാരഗ്രാഫ് പഠിച്ചതാണ്. അപ്പൊ സംഭവം നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഈ ലൈഫിൽ എവിടെ എത്തണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. പക്ഷെ നിങ്ങൾ അത് തുടങ്ങിയിട്ടാണ് നിങ്ങൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് ഇങ്ങനെ പോകുക. സംഭവം ജസ്റ്റ് തുടങ്ങുക. അതായത് ഡ്രീം ബിഗ് ആയിക്കോട്ടെ, വലിയ ഡ്രീം ആയിക്കോട്ടെ, പക്ഷെ സംഭവം ചെറുതായിട്ട് തുടങ്ങുക. എവിടെയെങ്കിലും ഒരു മൂലൊക്കെ സംഭവം ചെറുതായിട്ട് തുടങ്ങി പിന്നെ ആക്കം പോലെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. സോ അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു. മൂന്നാമത്തെയാണ് അപ്ലൈ 80-20 റോള് എവരിത്തിങ് യു ഡു. നമ്മൾ എന്ത് ചെയ്യുന്ന സംഭവമാണ് ചെയ്യണമെങ്കിലും അതിൽ 80-20 റോള് അപ്ലൈ ചെയ്യുക. അതായത് ഇന്ത്യ നമ്മളെല്ലാവരും 20% ആക്ഷൻസ് ആയിക്കാരം 80% ഔട്ട്കംസ്ക്ക് റിസൾട്ടൊക്കെ നമ്മൾ എത്തിക്കുക. അതായത് നമ്മൾ ഡെയിലി 24 അവേഴ്സിന്റെ ഒരു 20% മാത്രം, അതായത് നമ്മൾ ടോട്ടൽ ദിവസത്തിന് ഒരു 20% സമയം മാത്രമേ നമ്മൾ ആ ഗോളിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊരു ആഫ്റ്റർ 1 ഇയർ 2 ഇയർ കഴിയുമ്പോൾ എന്താവും, ആ 80% ആ ഒരു ഫുൾഫിൽ ചെയ്ത ഗോളിലേക്ക് നമ്മൾ എത്തിക്കൊള്ളും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 6-8 മാസം മുന്നേ ഇംഗ്ലീഷ് തീരെ ടച്ച് ഇല്ലാത്ത ആളിനെയാണ്. എഴുതാനോ വായിക്കാനോ അങ്ങനത്തെ, ഞാൻ പ്ലസ് 2 വരെ മലയാളം പേടി പഠിച്ച ആളാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തു, ജസ്റ്റ് ഇംഗ്ലീഷ് ഡെവലപ്പ് ആക്കാൻ കരുതിയിട്ട് എനിക്ക് മെയിനായിട്ട് അങ്ങനെ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് റൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ എന്താ പറയണം മനസ്സിലാക്കാൻ പോഡ്കാസ്റ്റൊക്കെ കാണാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വായിക്കാനും ഒക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻ്റെ ഗോൾ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി പഠിച്ചെടുക്കാൻ ഞാൻ ഡെയിലി എന്ത് ചെയ്യും, 10 മിനിറ്റ് ഇംഗ്ലീഷ് എഴുതും, 10 മിനിറ്റ് ഇംഗ്ലീഷ് വായിക്കും, 10 മിനിറ്റ് ഇംഗ്ലീഷ് കേൾക്കും, 10 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കും. എനിക്ക് എന്താ തൊള്ളിയിൽ കിട്ടണത് ഞാൻ സംസാരിക്കും, എന്താ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ എഴുതും. ഒന്നുമില്ല, ഇത്ര ഉള്ളൂ, എൻ്റെ കണ്ടീഷൻ ഇത്ര ഉള്ളൂ. 10 മിനിറ്റ് എല്ലാം ചെയ്യണം. 10 മിനിറ്റ് ഇംഗ്ലീഷ് എഴുതാം, എന്തെങ്കിലും എഴുതാം, എഴുതിയത് എഴുതൂല, എഴുതാത്ത ഒരു സംഭവം ഞാൻ എടുക്കും. ഇപ്പൊ ഒരു ഹെൽത്തിന് എടുത്തു കഴിഞ്ഞാൽ ആ സംഭവത്തിന് എനിക്ക് കോഴ്സിന് അറിയുന്ന മുഴുവൻ ഇംഗ്ലീഷിൽ എഴുതും. ഒരു ഗ്രാമറും ഞാൻ നോക്കൂല, ഒരു സ്പെല്ലിങ്ങും ഞാൻ നോക്കൂല, ഞാനാണ് എഴുതും. അങ്ങനെ ഡെയിലി 40 മിനിറ്റ് മാത്രമേ ഞാൻ എൻ്റെ ഈ ഗോളിന് വേണ്ടി ചെലവാക്കണുള്ളൂ. ഡെയിലി വെറും 40 മിനിറ്റ്, 40 മിനിറ്റ്സ്. അതായത് 10 മിനിറ്റ് സംസാരിക്കാൻ, 10 മിനിറ്റ് ഇംഗ്ലീഷ് എഴുതാൻ, 10 മിനിറ്റ് ഇംഗ്ലീഷ് ഏതെങ്കിലും യൂട്യൂബിലത്തെ പോഡ്കാസ്റ്റ് ഇംഗ്ലീഷ് കേൾക്കാൻ. എനിക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ടാവും. പിന്നെ 10 മിനിറ്റ് ഇംഗ്ലീഷ് ഏതെങ്കിലും ബുക്ക് വായിക്കാനും. വായന പിന്നെയും കുറച്ച് ഉണ്ടായിരുന്നു എനിക്ക്. അതിന് ഏറിപ്പോയാൽ 40 മിനിറ്റ്സ് ഞാൻ ഡെയിലി ഈ സംഭവത്തിന് വേണ്ടി ചെലവാക്കി. ആഫ്റ്റർ 6 മന്ത് ഒരു 90% എനിക്ക് ഇംഗ്ലീഷ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വായിക്കാൻ, എഴുതാൻ, എന്താ പറയണ കേൾക്കാൻ, സംസാരിക്കാനൊക്കെ 90% ഞാൻ മുന്നേക്ക് എത്തി. ഇതുവരെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ പ്രാക്ടീസിലൂടെ എത്തിയത്. സംഭവം ഞാൻ പറഞ്ഞു തരുന്ന എത്രയോ എൻ്റെ അത്രയും വലിയ ഗോള്, അത്രയും ഒരു ലാംഗ്വേജ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇതിൻ്റെ ഒരു കൊണ്ട് മാത്രം. ഞാൻ ഗ്രാമറും മറ്റൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ സംഭവം ഡെയിലി 40 മിനിറ്റ് മാത്രം, അതായത് എൻ്റെ ലൈഫിൽ ഒരു 20%ഓ അല്ലെങ്കിൽ ഒരു 10% മാത്രമേ ഞാൻ ആക്ഷൻ ഇട്ടിട്ടുള്ളൂ ഡെയിലി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് എത്തി. സംഭവം ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ ഈ വീഡിയോ ആയിരിക്കും ഇപ്പൊ എൻ്റെ ഈ ഗോൾ പറയുമ്പോൾ ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേഷൻ നല്ലൊരു നിലയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂർ വീഡിയോ എടുക്കാൻ, ഒരു 30 മിനിറ്റ്സ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ, പിന്നെ ഒരു 1 അവർ സ്ക്രിപ്റ്റ് ചെയ്താണ്. ഏറിപ്പോ ഒരു 2-2.5 മണിക്കൂർ മാത്രമേ ഞാൻ എൻ്റെ ഒരു ദിവസം ഈ കണ്ടന്റ് ക്രിയേഷൻ വേണ്ടി ചെലവാക്കുന്നുള്ളൂ. 2.5 മണിക്കൂർ മാത്രം. അത് തന്നെ ഒരു 1 ഇയറിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു, ഇൻഷാ അല്ലാഹ് നമുക്ക് എത്താം. സോ അപ്പത്തോടുള്ള മൂന്നാമത്തെ പോയിന്റ്, എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും 80-20 റൂൾ. അതായത് ഒരു 20% ആക്ഷൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ ലൈഫിൽ സംഭവം ഏത് സംഭവം ഗോളിലും ഒരു 20% ആക്ഷൻസ് ഉണ്ടാവും. ആ ആക്ഷൻസ് കാരണം നമ്മൾ ആ ഗോളിലേക്ക് എത്തുക. ഇപ്പൊ നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്യണം, നിങ്ങളെ 20% ആക്ഷൻസ് ഏതൊക്കെയാണ്? നല്ല ഫുഡ് കഴിക്കാം, അതുപോലെ തന്നെ ജിമ്മിൽ പോവുക. പോയ 2 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ ചെലവാകുന്നു. ഉറക്കം പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ അത് ഉറക്കത്തിൽ കൂട്ടണ്ട. ബാക്കി 2 നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അതുപോലെ തന്നെ 1 മണിക്കൂർ ജിമ്മിൽ പോവുക. പോയ 2 മണിക്കൂർ മാത്രമേ നിങ്ങൾ ആ ഗോൾഡ് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്നുള്ളൂ. ഒരു 24 അവേഴ്സിന് എല്ലാ ദിവസവും 2 മണിക്കൂർ മാത്രമേ നിങ്ങൾ ആ ഗോളിന് വേണ്ടി ചെലവാക്കണുള്ളൂ. ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ സംഭവം എന്തായി, സക്സസ് ആയി. സോ അപ്പൊ നാലാമത്തെ പോയിന്റ് ആണ് കൺസിഡർ ദി കോൺസിക്വൻസസ്. അതായത് നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന സംഭവത്തിൽ പോസിറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാക്കി തരുന്ന സംഭവങ്ങളുണ്ടാവും, നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാക്കി തരുന്ന സംഭവങ്ങളുണ്ടാവും. പോസിറ്റീവ് കോൺസിക്വൻസിനാണ് ഇവ പറഞ്ഞുതരാം. ഡെയിലി നേരത്തെ എണീക്കുക, നല്ല ബുക്കുകൾ വായിക്കുക, നമ്മളെ ഗോൾസിന് അതിന് വേണ്ട ആക്ഷൻസ്, ഗോളിലേക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചപ്പെടുന്ന സംഭവങ്ങൾ ചെയ്യുക.
അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പിൽ ബിൽഡ് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക, ആൾക്കാരോട് നല്ല വർത്താനം പറയുക, നല്ല വെള്ളം കുടിക്കുക, അങ്ങനത്തെ പോസിറ്റീവ് ഇമ്പാക്ട് ഇതൊക്കെ ഒരു കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ നമ്മളൊരു ലെവലിലേക്ക് എത്തിച്ചേക്കും. നമ്മുടെ ഹെൽത്തിലായാലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ചിലൊക്കെ നമ്മളൊരു ലെവലിലേക്ക് എത്തിച്ചു. എന്നാൽ നെഗറ്റീവ് കോൺസിക്വൻസ് ഫുള്ള് ലേസിനെസ്, പ്രോക്രാസ്റ്റിനേഷൻ, സിഗരറ്റ്, ഇങ്ങനത്തെ ആൽക്കഹോൾ, ഇങ്ങനത്തെ ഫോൺ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ഉണ്ടാക്കി തരുമോ? ഇപ്പൊ ഒരു പ്ലഷർ തരും, ഇപ്പൊ ഒരു സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഇത് നമ്മൾ എത്തിക്കുക ഒരു ലൂപ്പിക്ക, അതായത് ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് വെക്കാം. അപ്പൊ നിങ്ങളിപ്പോ ലൈഫിൽ ചെയ്യണത്, ലൈഫിൽ എന്നും ചെയ്യേണ്ട നെഗറ്റീവും കോൺസിക്വൻസും പോസിറ്റീവ് കോൺസിക്വൻസും മനസ്സിലാക്കിയാണ്ട് ഏത് സംഭവം ചെയ്താലാണ് ആ പോസിറ്റീവ് കോൺസിക്വൻസസ് നിങ്ങൾ കൂടുതൽ ചെയ്യാൻ നോക്കുക. അത്രേ ഉള്ളൂ ഉദ്ദേശം. നെഗറ്റീവ് കോൺസിക്വൻസസ് കുറക്കാം, എന്നാൽ തന്നെ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷന് ആ സംഭവങ്ങളൊക്കെ മെയിൻ ആയിട്ട് കുറയും. സോ അപ്പൊ 5ാമത്തെ പോയിന്റ് പറയുന്നത് പുട്ട് ദി പ്രഷർ ഓൺ യുവർ സെൽഫ്. എന്തൊരു സംഭവത്തിനും ഡെഡ് ലൈൻ വെക്കുക. ഒരു പോകാൻ പറയട്ടെ, ഇപ്പൊ രണ്ടുപേർക്കും ഒരേ ഗോളാണ്, രണ്ടുപേർക്കും ഒരു രണ്ടുപേർക്കും ബോഡി ഉണ്ടാക്കണം, അതായത് നല്ല ബോഡി ഉണ്ടാക്കണം. രണ്ടുപേരും ജിമ്മിക്ക് പോകാനും അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കാനും നല്ല ഉറക്കം കൊടുക്കാനും ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നിർത്താനൊക്കെ തീരുമാനിച്ചു. അപ്പോൾ അതിൽ ഒരാൾ സെറ്റ് ചെയ്തെന്താ, എനിക്ക് 1 കൊല്ലത്തിന്റെ ഉള്ളിൽ എനിക്ക് ഫിറ്റ് ആവണം, 1 കൊല്ലത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു ബോഡി ഇല്ലണം. മറ്റയാൾ അങ്ങനെ 1 കൊല്ലം 2 കൊല്ലം ഒന്നും ഡെഡ് ലൈൻ ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ ഉപരി പണി എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ആരേക്കാരും കൂടുതൽ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാം? ഈ 2ാമത്തെ ആളേക്കാരം. കാരണം മൂപ്പർക്ക് ഒരു ഇതില്ല, ബ്രെയിനിൽ ഒരു ഡെഡ് ലൈൻ ഇല്ല, എത്ര ടൈമും ഉണ്ട് മൂപ്പർക്ക്. അപ്പൊ എന്ത് ചെയ്യണം, മൂപ്പര് ഡെയിലി ഇപ്പൊ ഇന്നിപ്പോ ചെയ്തിട്ടില്ലെങ്കിലും എന്താ, ഈ സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അപ്പൊ മൂപ്പര് ഇന്ന് പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യും, ഇന്ന് മൂപ്പര് ജിമ്മിൽ പോകില്ല. എന്നാൽ മറ്റേ ചിന്തിക്കും എനിക്ക് ആകെ 1 കൊല്ലേ ഉള്ളൂ, ഇന്ന് ജിമ്മ് മിസ്സാക്കാൻ പറ്റില്ല, അങ്ങനെ തോന്നും, മൂപ്പര് പോകും. അപ്പൊ എന്ത് സംഭവത്തിനും ഒരു അർജൻസി അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ ആ ഒരു മടിയൊക്കെ മാറും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ആകെ ഒരു 1 മന്ത് ഉള്ളൂ. ഇന്നിപ്പോ 1-ാം തീയതി, അടുത്ത 1-ാം തീയതി നിങ്ങൾക്ക് എക്സാം ആണ്, ഒരു മെയിൻ ബോർഡ് എക്സാമാണ്. നിങ്ങൾ അധികം പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യൂല. കാരണം എന്താ, നിങ്ങൾക്ക് 1 മാസം ഗ്യാപ്പ് ഉള്ളൂ. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്ക് 1 ഇയർ ഗ്യാപ്പ് ഉണ്ട് ഒരു എക്സാമിന്. അത് നല്ല ഇതേ വരയ്ക്ക് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമാണ്. പക്ഷെ നിങ്ങൾ പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യും, കാരണം 1 വർഷമുണ്ട്. സോ എന്ത് ഗോൾ വെക്കുമ്പോഴും ഏത് സംഭവം ചെയ്യുമ്പോഴും ഒരു ഡെഡ് ലൈൻ വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിന് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാവില്ല. ലാസ്റ്റ് 6ാമത്തെ സംഭവമാണ് ടേക്ക് 1 റിസ്ക് അറ്റ് 1 ടൈം. അതായത് ഒരു സമയത്ത് ഒരു റിസ്ക് മാത്രം എടുക്കാൻ നോക്കുക. എല്ലാവരും നന്നാവണം കരുതിയിട്ട് എന്ത് ചെയ്യും, നല്ല ബോഡി ബിൽഡ് ചെയ്യാൻ പോകും, നല്ല ഫുഡ് കഴിക്കും, അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞാൽ അതിന് പോകും, സ്കില്ല് ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞാൽ അതിന് പോകും, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങും, ബിസിനസ് തുടങ്ങും, എല്ലാ സംഭവവും ഒപ്പം തുടങ്ങും. എന്നാൽ ഒക്കെ 2 ആഴ്ച കൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്യും. സോ ഇതൊരു സംഭവം റിസ്ക് പറയണത് ഓരോന്നും എടുക്കുക. ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ ഫോക്കസ് എടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞു ഒരു കുപ്പിയിൽ വെള്ളം നിറക്കാൻ, അതേ സമയത്ത് നിങ്ങളോട് അപ്പുറത്തും പറഞ്ഞു ഒരു 10 കുപ്പിയിൽ വെള്ളം നിറക്കാൻ പറ്റും പറഞ്ഞു. അപ്പോൾ ഇതിലേക്കാരും കൂടുതൽ നിറക്കാം. സോ ഈ ഒരു ഒറ്റ കുപ്പിയിലേക്ക്, കാരണം ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നമ്മുടെ എനർജിയും നമ്മുടെ ടൈമും നമ്മുടെ പൈസയും കാര്യങ്ങളും മുഴുവൻ അധികം കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഈ സംഭവം ഈ കുപ്പിയിൽ വെള്ളം പെട്ടെന്ന് നിറയും. നേരെ മറിച്ച് 10 കുപ്പി കൊപ്പം കൊണ്ടുപോയി വെള്ളം ഒഴിച്ചാൽ പറഞ്ഞാൽ എന്താവും, ഏലും നിറയൂല, നമ്മൾ ടൈമായിട്ട് പോകും. സോ എന്ത് സംഭവം ചെയ്യുമ്പോഴും നിങ്ങളെ ആ ഒരു എനർജിയും ആ ഒരു ഫോക്കസ് ഒക്കെ ആ ഒരു സംഭവത്തിന് മാത്രം കൊടുക്കുക. മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 3 ഗോൾ മാത്രം 1 ഇയറിന് അല്ലെങ്കിൽ 2 ഇയറിനൊക്കെ സെറ്റ് ചെയ്യുക. ഏറിപ്പോയ 2-3 ഗോള്, ഏറ്റവും നല്ലത് 2 ഗോളൊക്കെ. അതായത് മെയിൻ ആയിട്ട് ഒരു ഗോളും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 2 ഗോളൊക്കെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളൊരു ബിസിനസ് തുടങ്ങണം, മൂപ്പരെ മെയിൻ ഗോൾ അതാ. പിന്നെ മൂപ്പർക്ക് ഒരു ബോഡി ഉണ്ടാകണം, അതാണ് മൂപ്പരെ സെക്കൻഡ് ഗോൾ. അത് അത്ര പണിയില്ല, അത് അത്ര എഫേർട്ട് ഇല്ല. അതായത് മെന്റലി അത്ര എഫേർട്ട് ഇല്ലെങ്കിൽ പണിയെടുക്കണം, പക്ഷെ അത്ര എഫേർട്ട് ഇല്ല. മൂപ്പരെ മെയിൻ ഗോൾ എന്താ, ആ ബിസിനസ് റെഡി ആക്കിയിട്ട് ലാസ്റ്റത്തെ കൂടെ എന്തെങ്കിലും മൂപ്പയ്ക്കുണ്ടോ, ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനെ അല്ലാതെ എല്ലാ സംഭവങ്ങളും ഒപ്പം ചെയ്യാതെ നല്ല എന്ത് ചെയ്യാം, ഒരു സംഭവം ഒറ്റയടിക്ക് ചെയ്യാം. സോ അപ്പോൾ മെയിൻ ആയിട്ട് ഒന്നുകൂടി ഞാൻ ആ പോയിന്റുകൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റത്തെയാണ് പ്ലാൻ എവരി ഡേ ഇൻ അഡ്വാൻസ്. എല്ലാ ദിവസവും ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം. 2ാമത്തത് റെഡി ബിഫോർ യു ഫീൽ സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. എന്ത് സംഭവം പെർഫെക്റ്റ് ടൈമിന് വെയിറ്റ് ചെയ്യുന്നതിന് പകരം എന്താണോ കയ്യിലുള്ളത് ആ സംഭവം വെച്ചാണ്ട് നിങ്ങളെ ഗോളിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുക. 3ാമത്താണ് ഈ 80-20 റോള് കളിക്കുക. 20% ആക്ഷൻ മാത്രം ഇട്ടാണ്ട് ആ 80% റിസൾട്ടിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങൾ ചെയ്യാം. 4ാമത്താണ് കൺസിഡർ ദി പോസിറ്റീവ് കോൺസിക്വൻസസ്. ലൈഫിലത്തെ നെഗറ്റീവ് കോൺസിക്വൻസസ് സംഭവങ്ങളൊക്കെ നിർത്താം. 5ാമത്താണ് പുട്ട് ദ പ്രഷർ ഓൺ യുവർ സെൽഫ്. ഒരു അർജൻസി, ഒരു ഡെഡ് ലൈൻ വെക്കുക. ലാസ്റ്റത്തെ ടേക്ക് 1 റിസ്ക് അറ്റ് 1 ടൈം. സോ വീഡിയോ ഇപ്പോൾ ഉപകാരപ്പെടുന്നവരുന്നു. സീ യു ഇൻ ദി അനദർ വീഡിയോ.